മതി, ഇത് രണ്ടാളും എഴുന്നേക്കുക. ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ചോളൂ. എടാ ദുഷ്ട, നിനക്ക് ഞാൻ കാണിച്ചു തരടാ. ശയന പ്രദർശനം അവസാനിച്ചു. ഇനി ശീർഷാസന പൂജ. അയ്യോ, തീർന്നില്ലേ? തീർന്നില്ല. അത് കഴിഞ്ഞ് 101 കലശം ആടണം. അല്ലേ, ഞാൻ ആടണോ? ആ, വഴിപാട് പൂർത്തിയാക്കാതെ എങ്ങനെ ഫലം കിട്ടുക? നടന്നോളൂ, വേഗം നടന്നോളൂ. പിടിച്ചോ. അയ്യോ എന്താ? ഇതൊന്നും കാര്യാക്കണ്ട. ക്ഷീണം കൊണ്ട് മയങ്ങിയതാ. ദേ, ആ തണലത്ത് കൊണ്ടുപോയി കുറച്ചു നേരം കിടത്ത്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്ക്. 5 മിനിറ്റ് കഴിയുമ്പോ എല്ലാം മാറിക്കോളും. മുത്തശ്ശി, എന്നാ പിന്നെ ഒന്ന് വിശ്രമിച്ചിട്ട് നീങ്ങല്ലേ? അയ്യോ, അത് പാടില്ല. ദത്തം വിശ്രമിച്ചോട്ടെ. നിങ്ങൾ വന്നേ. ആമി മോളെ പിടിച്ചോ, കൊണ്ടുപോ, അങ്ങോട്ട് കൊണ്ടുപോ. വാ മക്കളെ. നിങ്ങൾ വാ. അയ്യോ, പതുക്കെ 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 ജി. അമ്മേ, പതുക്കെ ചെയ്. അയ്യോ, പതുക്കെ. പതുക്കെ പതുക്കെ പതുക്കെ. ഇത്രയും ചൂടിന്റെ ആവശ്യമുണ്ടോ? ഇടി ചൂടറി. അയ്യോ, എന്നാലും എന്റെ അമ്മേ, ഇത്രയ്ക്കും വേണ്ടിയിരുന്നില്ല. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാൻ പറഞ്ഞിട്ടാണോ ഇവര് പോയി ഉരുണ്ടത്? എല്ലാം സ്വന്തം തീരുമാനങ്ങളല്ലേ. ആദ്യ വ്രതം പ്രഖ്യാപിച്ചു, ആമി അത് ഏറ്റുപിടിച്ചു. അവൾ അവളുടെ ഭർത്താവിനെ കൊണ്ട് അത് ചെയ്യിക്കുകയും ചെയ്തു. അതിന് ഞാനാണോടി ഉത്തരവാദി? ഞാൻ പറഞ്ഞ അവര് കേക്കുവോ? മത്സരമല്ലേ, മത്സരം. എന്തു മത്സരമായാലും കൊള്ളാം. രണ്ടിന്റെ ഊപ്പാടിളകിയിട്ടുണ്ട്. ഇതേ ആവ്യപ്പിലൊന്നും നിക്കത്തില്ല. എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയാൽ അത്രയും നല്ല. അങ്ങനെ ആശുപത്രി പോകേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാന് വേണ്ടിയുള്ള നേർച്ചയല്ലേ. അപ്പൊ ഭഗവാൻ തന്നെ പരിഹാരം ഉണ്ടാക്കിക്കോളും. നീ നോക്കിക്കോ ഗോമതി, നേരെ ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഈ വേദന നീരും ഒക്കെ പമ്പ കിടക്കും. ആ, കടന്നാ കൊള്ളാം. നീ എന്ന് മുതലടി നിരീശ്വരവാദിയായേ? എന്റെ അമ്മോ, ഞാനൊന്നും പറഞ്ഞില്ലേ എന്റെ രാമനാരായണ. അയ്യോ, അയ്യോ, വെറുതെ കിടക്ക്. കുടിക്കണ്ടേ? പതുക്കെ. അയ്യോ, അടങ്ങി കിടക്ക് ദത്തേട്ടാ. എന്റെ ആമി ഒന്ന് പതുക്കെ. കൊള്ളുന്നുണ്ടോ? മര്യാദക്ക് അവിടെ അടങ്ങിക്കിടക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോയിട്ടല്ലേ, അനുഭവിച്ചോ. അത് പിന്നെ തന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞിന് വേണ്ടിട്ടല്ലേ. അമ്മേ, ഞാൻ നിന്നോടൊരു 1000 തവണ പറഞ്ഞല്ലേ ആമി, എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലേ ഇതെന്ന്. എന്നിട്ട് നീ അനുസരിച്ചോ? ഈശ്വര, നാളെ ഞാൻ ഈ വേദന വെച്ചോണ്ട് എങ്ങനെ ഓഫീസിലേക്ക് പോകുന്നേ? നമുക്ക് 2 ദിവസം ലീവ് എടുക്കാൻ തേട്ടാ. പിന്നെ ഞാൻ ചോദിക്കുമ്പോ ലീവ് വരാൻ ഐജന്റെ അമ്മാവനല്ലേ? നീ എന്റെ പണി കളഞ്ഞ് അടങ്ങുമല്ലേ? ഇങ്ങനെ നിലവിളിക്കാതെ ആരെങ്കിലും കേട്ട നാണക്കേടാ. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ?
ഉയ്യോ അമ്മേ ചോദിക്കടാ. എന്റെ പൊന്നോനെ അതുകൊണ്ടാ എന്ത് പറ്റി? ഒന്നുമില്ല മുത്തശ്ശി, നല്ല സുഖം. അനുഭവിക്കട്ടെ, അവൻ കുറച്ച് അനുഭവിക്കട്ടെ. അവന് വേണോ അത്? അവൻ ഒറ്റൊരാളാ എന്നെ ഈ പരുവത്തിലാക്കി. എടി നീ ഇങ്ങനെ ചിരിക്കാതെ, പേടിയാവുന്നു എനിക്ക്. തൊടല്ലേ മുത്തശ്ശി, പയ്യെ തട്ടണേ, നല്ല സുഖ. ഇവരിത് രണ്ടും കൽപ്പിച്ചാണല്ലോ. പക്ഷെ എനിക്ക് പ്രയോജനപ്പെടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. നായക്കൊട്ടിരിക്കാൻ നേരമില്ല, നായ നടന്നിട്ട് കാര്യമില്ല. അതാ ഇവരുടെ അവസ്ഥ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമായത്. ആദ്യം കണ്ടപ്പം മുതൽ കൃത്യമായിട്ടുള്ള മറുപടിയും ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നിനും തീരുമാനമായിട്ടില്ലെന്ന് മാത്രം. എന്ത് തീരുമാനം? ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ കുറച്ച് കാശ് തരാന്ന്. ഞാൻ അതിലും മര്യാദയ്ക്ക് നിങ്ങളോട് പറഞ്ഞതാ. എനിക്ക് വേണ്ടത് കാശല്ല, എന്റെ മകൻ അവകാശപ്പെട്ട പകുതി സ്വത്താണെന്ന്. ഇനി നിങ്ങൾ ഇവിടെ വന്നാ ഞാൻ പോലീസിനെ വിളിക്കും. നിങ്ങൾ പോലീസിനെ വിളിച്ചാലേ ഞാൻ നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടും. നാട്ടുകാരെ മാത്രമല്ല, എന്തെങ്കിലും വാർത്ത കിട്ടുമെന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന മുഴുവൻ ചാനലുകാരെ ഞാൻ വിളിച്ചു കൂട്ടും. എന്നിട്ട് നിങ്ങളുടെ വീരകഥകൾ ഈ ലോകം മുഴുവൻ ഞാൻ വിളക്കും. അപ്പൊ അവര് തീരുമാനിക്കട്ടെ എന്റെ ചെക്കന്റെ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ മകളെ എന്ത് ചെയ്യണമെന്ന്.